പ്രിയ കൂട്ടുകാരെ, വേനൽക്കാലം അടിപൊളിയാക്കാൻ വേണ്ടി ഞങ്ങൾ മാംഗോ മെഡോസിലോട്ട് പോകാനാണ് തീരുമാനിച്ചിരുന്നത് കേട്ടോ. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണിക്കുന്നത്. ആദ്യം നമ്മൾ ജലചക്രം കാണാൻ സാധിക്കും. പിന്നെ മീനൂട്ടുണ്ട്, അതായത് അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം തരും, മീൻ കൊടുക്കാനുള്ള കൊടുത്തിട്ട് നമുക്ക് ആവശ്യാനുസരണം കൊടുക്കാൻ സാധിക്കും. പിന്നെ ഈ പാലം, നമ്മൾ നിൽക്കുന്ന ഈ പാലം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഒരു രൂപ തൊട്ടിൻ്റെ ഷീറ്റ്, ബാക്കി ഷീറ്റ് കൊണ്ട് അടിച്ചിരിക്കുന്ന പാലമാണ് കേട്ടോ നമുക്കത് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഓരോ സസ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടാൻ പറ്റും. സസ്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. നീലക്കൊടുവേലി, കാട്ടുതെങ്ങ്, നീർമാതളം, കുന്നുപാല, അങ്ങനെ ഒരുപാട് സസ്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും. പിന്നെ വാലൻറ്റൈൻസ് പാർക്കുണ്ട്. പിന്നെ നമുക്ക് കയറ് പിരിക്കുന്നത് കാണാൻ സാധിക്കും. അതൊരു ഭയങ്കര അനുഭവം കേട്ടോ. നമുക്ക് ആ പരമ്പരാഗത രീതിയിൽ കയറ് പിരിക്കുന്ന ഒരു അമ്മച്ചി, അത് നമുക്കത് വാങ്ങിക്കാനും സാധിക്കും, ഈ ഉണ്ടാക്കി വെച്ചത്. പിന്നെ നമുക്ക് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തിലോട്ടാണ് പോകുന്നത്. ആ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് അത് തിരിച്ച് പോരുമ്പോഴത്തേക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഇതിന് നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് നമുക്കൊരു മ്യൂസീഷ്യനുണ്ട്, അദ്ദേഹം നമുക്ക് പാടുന്നത് കേൾക്കാം. പിന്നെ നമുക്ക് ചൂണ്ടയിടാൻ അവസരമുണ്ട്. ആ പിടിക്കുന്ന മീനെ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോരാൻ സാധിക്കും. പിന്നെ നീന്താനുള്ള അവസരമുണ്ട്. പിന്നെ അതിന് സ്വിമ്മിംഗ് പൂളുണ്ട്, ഒത്തിരി സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് ഈ പക്ഷിമൃഗാദികൾ ഒരുപാടുണ്ട്. യമു പോലുള്ള, അതുപോലെ പട്ടികളുണ്ട്, വിവിധയിന പട്ടികളുണ്ട്. പിന്നെ കോഴികളുടെ വിവിധ ഇനമുണ്ട്. ഈ മാംഗോ മെഡോസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ ഒരു അഗ്രികൾച്ചറൽ തീം പാർക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് കൂടുതൽ ഇതിനെ പഠിക്കാൻ പറ്റുന്നത്, നമുക്ക് കാർഷിക രീതിയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ടിക്കറ്റിംഗ് ചാർജ് നമുക്ക് പെർ ഹെഡിന് 400 വരുന്നത് കേട്ടോ. അത് അതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരുപാടുണ്ട്, ഐറ്റംസ് ഉണ്ട്. പിന്നെ പെയ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസിനെ കുറിച്ചും എല്ലാം ആ ഗൈഡുണ്ട് കേട്ടോ, പറഞ്ഞു തരാനെല്ലാം. ആ ഗൈഡ് നമുക്ക് ഇതിനെപ്പറ്റി എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരും. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിള്, ഈ ബൈബിളിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിളാണ്. ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. പിന്നെ നമുക്ക് പള്ളിയുടെ ഉണ്ട്, എല്ലാം അതുണ്ട്. പള്ളിയുണ്ട്, അമ്പലമുണ്ട്, നമ്മൾ മുസ്ലിങ്ങളുടെ മോസ്ക് ഉണ്ട്. എല്ലാ സംഗതിയും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആനയെ ഇഷ്ടമുള്ളവർക്ക് മിനിക്കുട്ടി എന്നൊരു ആന അവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.